ഇന്ന് നമ്മൾ കാസർഗോഡ് ബേക്കളത്തൊരു നിക്കാഹിന് കൂടാൻ പോയതാണ്. അങ്ങനെ നേരെ വന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളെ വിളിച്ച മഹത് വ്യക്തിയും കണ്ട് കൈയും കൊടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയപ്പാട് തന്നെ നല്ല വെൽക്കം ഡ്രിങ്ക് പലതരം ജ്യൂസും കാര്യങ്ങളുണ്ടായി. പിന്നെ മെയിനായിട്ടുള്ളത് ഇവിടെ കട്ട് ഫ്രൂട്ട്സാണ്. പക്ഷേ ഏടെയും കാണാത്ത പോലെ ഈത്തപ്പായം ഇഷ്ടം പോലെ ഉണ്ട്. 5-6 കെട്ടി ഈത്തപ്പായത്തിൻ്റെ കുന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈത്തപ്പായം വന്നവരും പോയവരെല്ലാം എടുത്ത് ഉള്ളിൽ കയറുമ്പോൾ ലൈവായിട്ടുള്ള ജ്യൂസും അതുപോലെ തന്നെ മൈസൂർ പാക്കും ജിലേബിയും ലൈവായിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ലൈവായിട്ട് ചായ ഉണ്ട്. ഈ ചായ മാത്രമല്ല, അതുപോലെ തന്നെ കട്ടൻ ചായ, പാൽ ചായ, മോൾ ചായ, അങ്ങനെ ലൈം ടീ, അങ്ങനത്തെ എല്ലാത്തരം ചായകളും അതുപോലെ തന്നെ കൈമാത്തുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് കൈമാത്താണ്, മറ്റേ സൈഡ് പാനിപൂരിയും ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നേരെ നിക്കാഹിൻ്റെ സ്റ്റേജിലേക്ക് പോയി. നിക്കാഹ് ഒരു സൈഡ് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നല്ല ലൈവായിട്ട് പൊറോട്ട ഇടുന്നുണ്ട്. ആ പൊറോട്ടക്കാരെന്ന് വെച്ചാൽ സ്പീഡായിട്ട് ചുടുന്നുണ്ട്. നിക്കാഹ് ഏതായാലും ഏകദേശം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൊറോട്ട സ്പീഡിൽ അടിച്ചടിച്ച് ഏകദേശം അയാൾ തളർന്നു തോന്നുന്നു. അങ്ങനെ പൊറോട്ടയും ഇതൊക്കെ കഴിഞ്ഞ് നിക്കാഹിന് ആരംഭിക്കാൻ തുടങ്ങി. നിക്കാഹിന് നേതൃത്വം നൽകിയത് പാണക്കാട്ടെ ഒരു തങ്ങളാണ്. അങ്ങനെ നിക്കാഹം കഴിഞ്ഞ് നേരെ വന്ന് നമ്മളെ മെയിനായിട്ടുള്ള സ്ഥലത്താണ്. ആടെയാണ് കാടമുട്ടിയും കോഴിമുട്ടിയും അങ്ങനെ മട്ടനും മുട്ടനും എല്ലാം ഉണ്ട്. പക്ഷേ ലൈവായിട്ട് നമ്മൾ നോക്കിയത് ഈ സംഭവമാണ്. ഫോയിൽ പൊതിഞ്ഞ് നേരത്തെ കണ്ടിട്ട് ലെഗ് പീസുള്ള ടേബിളിൽ മാത്രം നോക്കി വെച്ചിട്ട് അതിലിരുന്നതാണ്. അങ്ങനെ നേരെ മട്ടൻ തുറന്നു. മട്ടൻ്റെ മസാല ഒന്നും പറയാനില്ല, അത്രക്കും പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ നേരെ ഒന്നും നോക്കിയിട്ടില്ല, കുറച്ച് ചോറും കുറച്ച് മട്ടൻ്റെ പീസും ഒരു മട്ടൻ ബിരിയാണിയും കുറച്ചെടുത്ത്. അതുകൂടാതെ തന്നെ ബീഫിൻ്റെയും ചിക്കൻ്റെയും അടിപൊളി ഐറ്റംസ് ഉണ്ടായി. അങ്ങനെ ഏകദേശം കുറച്ച് ചോറും മട്ടനെ കണ്ടിട്ട് മട്ടനിൽ അടിപൊളി ജ്യൂസി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഫുഡ് എടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ തുടങ്ങി. അപ്പം നേരെ ഓപ്പോസിറ്റ് നമ്മളെ ബോസുണ്ട്. ബോസ് ഒന്നും നോക്കാതെ കഴിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, മട്ടൻ്റെ കാലെടുത്തിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഫുഡെല്ലാം കഴിച്ച് കൈയായിട്ടാമാന്ന്. പിന്നെ കുറച്ച് പാട്ടും കാര്യങ്ങളായിട്ട് ഉണ്ട്. പാട്ട് ഏകദേശം നമുക്ക് കാണാം. ആളുടെ പാട്ടും അങ്ങനെ പാട്ടും കണ്ട് ചായയും കുടിച്ചിട്ട് പുതിയാപ്പിള്ളം കണ്ട് ഒറ്റ